മെട്രോമാൻ ഇ ശ്രീധരനെതിരെ രൂക്ഷമായ പരിഹാസവുമായാണ് ഇന്നലെ മുഖ്യമന്ത്രി എത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് മുമ്പേ തന്നെ ശ്രീധരൻ MLA ഓഫീസ് തുറന്നിരുന്നുവെന്നും ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഔദ്യോഗിക അനുമതി ലഭിക്കുന്നതിന് മുമ്പേ ഹൈസ്പീഡ് റെയിലിനായി ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഓഫീസ് തുറന്നിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചിരുന്നു. ശ്രീധരന്റേതായാലും സർക്കാരിൻ്റെതായാലും ഇനി മറ്റാരുടെ തന്നെ ആയിരുന്നാലും വിരോധമില്ല. നമുക്കായി മികച്ചൊരു ഹൈസ്പീഡ് റെയിൽ നിർദ്ദേശം അംഗീകരിക്കപ്പെടുന്നതിൽ സർക്കാരിന് യാതൊരു എതിർപ്പുമില്ല. ഞങ്ങൾക്കൊരു ഹൈസ്പീഡ് റെയിൽവേ ലൈൻ വേണം, അതുമാത്രമേ ഉള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹൈസ്പീഡ് റെയിൽ പദ്ധതികളെ പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അയൽ സംസ്ഥാനങ്ങളിൽ 5 ഹൈസ്പീഡ് റെയിൽ പദ്ധതികൾ പ്രഖ്യാപിച്ച കേന്ദ്രം കേരളത്തെ മാത്രം തഴയുകയായിരുന്നു. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? കേരളത്തോടുള്ള ഈ പ്രതികാര മനോഭാവം എന്തിനാണ്? കേന്ദ്രം ഭരിക്കുന്ന BJPയെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാത്തതാണോ ഇതിന് കാരണമെന്നും ഒരു പാർട്ടി പരിപാടിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് വന്നപ്പോൾ കേന്ദ്രം അതിന് അനുമതി നൽകിയില്ല. അനുമതിക്കായി കാത്തിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ശ്രീധരൻ പുതിയ ഹൈസ്പീഡ് റെയിൽ നിർദ്ദേശവുമായി വന്നത്. സംസ്ഥാന സർക്കാരിന് സമ്മതമാണെങ്കിൽ കേന്ദ്രം ഇത് അംഗീകരിക്കുമെന്ന് ശ്രീധരൻ പറഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യം ഞാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി സംസാരിച്ചിരുന്നു. കേരളത്തിന്റെ പ്രതിനിധിയായ KV തോമസ് അദ്ദേഹത്തെ കണ്ട് ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ നൽകുമെന്നും അറിയിച്ചു. കേന്ദ്രത്തിന് സമ്മതമാണെങ്കിൽ മാത്രമേ സംസ്ഥാനം മുന്നോട്ട് പോകൂ എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം സമർപ്പിച്ച ശേഷം കേന്ദ്രത്തിൽ നിന്നും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പിന്നീട് താനും KV തോമസും മന്ത്രിയെ നേരിട്ട് കണ്ടെങ്കിലും അദ്ദേഹം ഈ പദ്ധതിയെക്കുറിച്ച് ഒന്നും ഓർക്കുന്നില്ല എന്ന മട്ടിലായിരുന്നു പെരുമാറിയതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള യാത്രാ സമയം നിലവിലെ 7 മണിക്കൂറിൽ നിന്നും 3.25 മണിക്കൂറായി കുറയ്ക്കാൻ കഴിയുന്ന ഹൈസ്പീഡ് റെയിൽ ശൃംഖല ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ഈ ശ്രീധരൻ അടുത്തയിടെ അവകാശപ്പെട്ടിരുന്നു. ഈ പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനുള്ള ജോലികൾ ഫെബ്രുവരി 2 മുതൽ ആരംഭിക്കുമെന്നും അതിനായി ഒരു ഓഫീസ് സജ്ജമാക്കിയതായും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനെയാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ ലക്ഷ്യം വെച്ചത്. കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ ആരംഭിച്ച DMRC ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ശ്രീധരന്റെ ഭാര്യ രാധയാണ്. മറ്റൊരു കാര്യം, ഈ ഓഫീസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെയും ഫോട്ടോ വെച്ച് അതിൽ മാല ചാർത്തി വിളക്കും തെളിയിച്ചു വെച്ചിട്ടുണ്ട്. ജീവനോടെയുള്ള 2 പേരുടെ ഫോട്ടോ ചില്ലിട്ട് ഭിത്തിയിൽ തൂക്കി അതിൽ മാലയും ചാർത്തി അതിനു മുന്നിൽ വിളക്ക് കത്തിച്ചു വെച്ചാൽ ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ടെക്നിക്കൽ ബുദ്ധിമാത്രമുള്ള ശ്രീധരൻ സാർ ഇവ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ഈ പദ്ധതിയുടെ 49% വിഹിതം കേരളം നൽകിയാലേ ഇത് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് മെട്രോമാൻ ശ്രീധരൻ തന്നെയാണ്. എന്നിട്ടാണ് കേരളത്തെയും കേരള സർക്കാരിനെയും അവഗണിച്ചുകൊണ്ട് കുറെ BJP നേതാക്കളെയും കൂട്ടി റെയിൽവേ ഓഫീസ് ഉദ്ഘാടനം നടത്തിയത്. അതുപോലെ നിർദ്ദിഷ്ട റെയിൽവേ ലൈൻ കണ്ണൂർ വരെയുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം. കാസർഗോഡ് വരെ നീട്ടുന്നത് വലിയ നഷ്ടമാണ് എന്നാണ് മെട്രോമാൻ ശ്രീധരന്റെ കണ്ടെത്തൽ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ബജറ്റ് വെച്ച് നോക്കുമ്പോൾ അവർ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. ബജറ്റിന് ശേഷം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതിയോ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത RRTS പദ്ധതിയോ പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇതൊരു ഓഫീസ് തുറക്കലിൽ മാത്രം അവസാനിക്കുന്ന ഒരു പദ്ധതിയാകാനാണ് സാധ്യത. ഇനി എയിംസിന് വേണ്ടി സുരേഷ് ഗോപി ഒരു ഓഫീസ് തുറക്കുന്നതും നമ്മൾ കാണേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് ഓഫീസ് തുറക്കൽ ശ്രീധരൻ സാറിന് പുതിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെ ഒരു അഡ്വാൻസ് ചിന്താഗതി കാരണമാണ് പാലക്കാട് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുന്നേ അദ്ദേഹം അവിടെ ഓഫീസ് തുറന്നത്. പക്ഷേ അന്ന് അത് ഷാഫി പറമ്പിൽ പൂട്ടിക്കുകയും ചെയ്തിരുന്നു.